ഹലോ നമസ്കാരം, എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് സ്വാഗതം. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന നോവലിൻ്റെ 22ാമത്തെ അധ്യായത്തിലേക്ക്. ബിന്നി തിരിച്ച് ഏറ്റുമാനൂർക്ക് പുറപ്പെട്ടു. അംബാസിഡർ കാർ അയാളെ പിന്തുടർന്നു. കാറിലിരുന്നു കൊണ്ട് അനന്തരാമൻ ശ്മശാനത്തിൻ്റെ ഗേറ്റിന് മുകളിലൂടെ അകത്തേക്ക് നോക്കി. മൃണാളിനിയുടെ ചിത കത്തിപ്പടർന്നിട്ടില്ല. കറുത്ത പുക ചുരുളുകളായി ആകാശത്തിലേക്ക് ഉയർന്നു. എല്ലാവരും പോയി കഴിഞ്ഞിരുന്നു. സൂക്ഷിപ്പുകാരൻ മാത്രം കാവലിലുണ്ട്. അനന്തരാമൻ ഒന്ന് ഊറിച്ചിരിച്ചു. സ്വാമിയെ ഒറ്റുകൊടുക്കാൻ ശ്രമിക്കുന്നവരുടെയൊക്കെ അന്ത്യം ഇങ്ങനെയാണ്. നാളെ രാവിലെ മൃണാളിനി എന്ന സുന്ദരി ഒരു പിടി ചാരമാണ്. ഒരു സ്വപ്ന ജീവിതത്തിൻ്റെ അവശേഷിപ്പ്. പോകാം റഷീദേ. വണ്ടി വീണ്ടും മുന്നോട്ട് കുതിച്ചു. അപ്പോഴാണ് അനന്തരാമന് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. അയാൾ മൊബൈലെടുത്ത് ഒരു നമ്പറിലേക്ക് വിളിച്ചു. മാണിക്യം, കാര്യം നടന്നോ? ഇല്ല സ്വാമി, ഞങ്ങളവനെ പിന്നാലെയുണ്ട്. ഇതുവരെ സൗകര്യം കിട്ടിയില്ല. ആലുവ എടുക്കുന്നു. സന്ധ്യ മയങ്ങാതെ കാര്യം നടക്കുമെന്ന് തോന്നുന്നില്ല. ശരി, 8 മണിക്ക് മുമ്പ് എനിക്ക് ആ വാർത്ത കിട്ടണം. മനസ്സിലായി സ്വാമി? അമർത്തിയൊന്ന് മൂളിയിട്ട് അനന്തരാമൻ സീറ്റിലേക്ക് മൊബൈൽ വെച്ചു. വിളവെടുപ്പിൻ്റെ സീസൺ തുടങ്ങിക്കഴിഞ്ഞു. ആദ്യം ജോഷി, പിന്നെ മൃണാളിനി, ഇനി ബിന്നി. അനന്തരാമൻ്റെ വഴിയിൽ ഒരു തടസ്സവും ഉണ്ടാവാൻ പാടില്ല. ഇനി ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടത് വിനോദ് കുരുവയുള്ളയാണ്. അയാളുടെ മനസ്സിൽ എന്തെങ്കിലും മോഹങ്ങളുണ്ടെങ്കിൽ അത് വേരോടെ പിഴുതെറിയേണ്ട സമയമായി. അനന്തരാമൻ വാച്ചിൽ നോക്കി. മണി 7. പാട്ടുരാക്കിലേക്ക് പോകാം റഷീദേ, അയാൾ പറഞ്ഞു. അനീറ്റയെ കാണണം. മൃണാളിനി അവളോട് ജോഷിയുടെ മരണത്തെക്കുറിച്ച് എന്തെങ്കിലും സൂചന കൊടുത്തിട്ടുണ്ടോ എന്നറിയണം. സീറ്റിലേക്ക് ചാരി അനന്തരാമൻ കണ്ണുകൾ അടച്ചിരുന്നു. ഒടുവിൽ സിയോൺ വില്ലയുടെ മുമ്പിൽ കാറ് നിന്നു. അയാൾ കണ്ണുകൾ തുറന്നു നോക്കി. ഗേറ്റ് അടഞ്ഞു കിടക്കുകയാണ്. എന്തു വേണമെന്ന അർത്ഥത്തിൽ റഷീദ് പിന്നിലേക്ക് തലതിരിച്ച് അയാളെ നോക്കി. ഇറങ്ങിച്ചെന്ന് തുറക്ക്. റഷീദ് കാറിൽ നിന്നിറങ്ങിയത് മുറ്റത്തേക്ക് ഗേറ്റ് തുറന്നു വെച്ചു. മുറ്റത്ത് വിനോദ് കുരുവിലുണ്ടായിരുന്നു. എന്താ മിസ്റ്റർ അനന്തരാമൻ ഈ നേരത്ത്? ഉത്കണ്ഠയോടെ അയാൾ ചോദിച്ചു. ഒന്നുമില്ല, എന്നെ വെറുതെ ഒന്ന് കാണണമെന്ന് അനീറ്റ ഒന്ന് വിളിച്ചു പറഞ്ഞു. അനന്തരാമൻ പടികൾ കയറി മുകളിലെത്ത നിലയിലേക്ക് പോയി. കിച്ചണിലായിരുന്നു അനീറ്റയും ഡെയ്സിയും. അത്താഴത്തിന് അവർ ചപ്പാത്തി ഉണ്ടാക്കുകയായിരുന്നു. കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവർ പരസ്പരം നോക്കി. ഈ അസമയത്ത് ആരാണ്? ഡെയ്സി ചോദിച്ചു. ചിലപ്പോൾ വിനോദ് സാറ്. കൈ കഴുകി തുടച്ചിട്ട് രണ്ടുപേരും ഡ്രോയിങ് റൂമിലേക്ക് ചെന്നു. ഡെയ്സിയാണ് വാതിലിൻ്റെ ബോൾട്ട് എടുത്ത് തുറന്നത്. അനന്തരാമനെ കണ്ട് രണ്ടുപേരും ഒന്ന് പകച്ചു. സോറി, ഞാൻ വന്നത് ഡിസ്റ്റർബൻസ് ആയോ? ക്ഷമാപണത്തോടെ അയാൾ ചോദിച്ചു. ഡെയ്സി ഒന്നും പറഞ്ഞില്ല. സ്വാമി അകത്തേക്ക് വരൂ, അനീറ്റ ക്ഷണിച്ചു. അയാൾ അകത്തേക്ക് കയറി വന്ന് സോഫയിലിരുന്നു. ഡെയ്സി അവിടെ നിന്നില്ല. അവൾ വീണ്ടും കിച്ചണിലേക്ക് പോയി. എതിർവശത്തുള്ള കസേരയിൽ അനീറ്റയിരുന്നു. മനസ്സിനൊരു മനസ്സമാധാനം തോന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. മൃണാളിനിയുടെ മരണം എന്നെ വല്ലാതെ തളർത്തിക്കളഞ്ഞിരിക്കുന്നു. അതൊരു ആത്മഹത്യയാണെന്ന് വിശ്വസിക്കാൻ വയ്യ. അനീറ്റയ്ക്ക് എന്തു തോന്നുന്നു? മൃണാളിനി സ്വന്തം ജീവിതം അവസാനിപ്പിക്കേണ്ട ഒരു കാരണവും ഞാൻ കാണുന്നില്ല. ഈ മരണത്തിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ട് സ്വാമി. എല്ലാം എന്തായാലും പുറത്തു വരും. ഇന്നലെ ഞാൻ വിളിച്ചപ്പോൾ മൃണാളിനി അത്യാവശ്യമായിട്ട് എവിടേക്കോ പോകാനിറങ്ങിയായിരുന്നു. പിന്നെ വിളിക്കാമെന്നാണ് പറഞ്ഞത്. എന്നോട് എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു അവൾക്ക്. പക്ഷേ അനന്തരാമൻ കുറേ നേരം സംസാരിച്ചിരുന്നു. അപ്പോഴാണ് അയാളുടെ മൊബൈലിലൊരു കോൾ വന്നത്. നമ്പർ കണ്ട് അയാളെ പെട്ടെന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങിച്ചെന്നു. ഹലോ മാണിക്യം. സ്വാമി ശബ്ദം താത്തി. അയാൾ വിളിച്ചു. സ്വാമി, സംഗതി നടന്നു. ഞങ്ങൾ മുന്നിൽ കയറി. സൈഡ് കൊടുത്തില്ല. ഒരു ടാങ്കർ ലോറിയിലാണ് അവൻ്റെ കാറടിച്ചത്. കാറ് തകർന്ന് ചുരുങ്ങിപ്പോയി. ഗുഡ്. അവൻ രക്ഷപ്പെടുമോ? ഇല്ല, കാറ് വെട്ടിപ്പൊളിക്കാതെ അവനെ പുറത്തെടുക്കാൻ പറ്റില്ല. അതിനെന്തായാലും സമയമെടുക്കും. റോഡിപ്പോൾ തന്നെ ബ്ലോക്കായി കഴിഞ്ഞു. നിങ്ങൾ നേരെ വിട്ടുപോര് മാണിക്കാം, അയാളെ പറഞ്ഞു. പറ്റില്ല സ്വാമി, ഞങ്ങളും ബ്ലോക്കിലാണ്. ശരി, നാളെ കാണാം. അനന്തരാമൻ വീണ്ടും അകത്തേക്ക് കയറി ചെന്നു. ഇനി ഞാൻ ഇരിക്കുന്നില്ല അനീറ്റ, പോവാണ്, അയാൾ പറഞ്ഞു. ഞാൻ മറന്നു, എന്തെങ്കിലും കുടിക്കാനെടുക്കാം, അവൾ പറഞ്ഞു. വേണ്ട, ഞാൻ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. നാളെ മുതൽ ഓഫീസിൽ വരണം. മൃണാളിനി ഇല്ലാത്തതിൻ്റെ അഭാവം എനിക്കവിടെ ഉണ്ടാവരുത്. അവരുടെ നഷ്ടം തീർത്താൻ അനീറ്റയ്ക്ക് മാത്രമേ കഴിയുള്ളൂ. അവിടെ തലവലിക്കി. എന്നാൽ ഞാൻ ഇറങ്ങുന്നു. ഡെയ്സിയെ കണ്ടില്ലല്ലോ. പിന്നെ അകത്തേക്ക് നോക്കി അയാൾ പറഞ്ഞു. അവൾ അത്താഴുണ്ടാക്കുകയാണ്. ശരി, ഞാൻ പോയെന്ന് പറഞ്ഞേക്ക്. അനന്തരാമൻ പോയപ്പോൾ വാതിലടച്ചിട്ട് അനീറ്റ കിച്ചണിലേക്ക് ചെന്നു. ചപ്പാത്തി ചുട്ടെടുക്കുകയാണ് ഡെയ്സി.
നാളെ മുതൽ ചേച്ചി ഓഫീസിൽ പോകുന്നോ? അവൾ ചോദിച്ചു. അനന്തരാമൻ സ്വാമി പറഞ്ഞത് അവൾ കേട്ടു കാണുമെന്ന് അനീറ്റയ്ക്ക് മനസ്സിലായി. വിനോദ് സാറിനെ കുറിച്ച് അയാൾ പറഞ്ഞത് എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. സാർ അത്ര ചീപ്പായിട്ട് ചിന്തിക്കണമെന്നല്ല. സ്വാമി അയാളുടെ സംശയം പറഞ്ഞതേ ഉള്ളൂ. നമ്മളത് കാര്യമാക്കണ്ട. അയാളുടെ മനസ്സ് നിറയെ അസൂയയും കുശുമ്പും ദുഷ്ടവിചാരങ്ങളുമാണ് ചേച്ചി, ഡെയ്സി പറഞ്ഞു. അതിന് നമുക്കെന്താ? നമ്മൾ നമ്മുടെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ചപ്പാത്തി ഉണ്ടാക്കി ഡെയ്സി. അതെല്ലാം കാസ്ട്രോളിൽ വെച്ച് അടച്ചു. ഞാനിന്ന് ടൗണിൽ പോയപ്പോൾ ബിന്നിയെ കണ്ടിരുന്നു, അവൾ പറഞ്ഞു. ബിന്നി ഇവിടെ ഉണ്ടോ? അനിറ്റ് ചോദിച്ചു. ഉണ്ടായിരുന്നു. വൈകുന്നേരം തിരിച്ചുപോയി. ഞങ്ങളുടെ കല്യാണക്കാര്യം പറഞ്ഞാൽ എന്ത് മറുപടി കൊടുക്കണം? ജോഷിച്ചേട്ടൻ മരിച്ചിട്ട് അധിക ദിവസം ആയില്ലല്ലോ. 3 മാസം കഴിഞ്ഞ് നമുക്കത് നടത്താം മോളെ. ഇനി വൈകണ്ട, അനിറ്റ പറഞ്ഞു. എങ്കിൽ ഞാൻ ബിന്നിയെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. മൊബൈലെടുത്ത് അവൾ ബിന്നിയുടെ നമ്പറിലേക്ക് വിളിച്ചു. ബെല്ലടിക്കുന്നെങ്കിലും കേട്ടില്ല. ബിന്നി ഫോൺ എടുക്കുന്നില്ല. കാറിലായിരിക്കുമെന്ന് അവൾ ഊഹിച്ചു. എന്നാലും ഇക്കാര്യമൊന്ന് പറയരുതോ? അവൾ വീണ്ടും വിളിച്ചു. ബിന്നി ഫോൺ എടുത്തില്ല. മൊബൈൽ ബെല്ലടിച്ചപ്പോൾ ഡോക്ടർ അനില അതെടുത്ത് നോക്കി. കളപ്പുരയ്ക്കലെ നമ്പറാണ്. ഹലോ, അവൾ പറഞ്ഞു. ഞാൻ പ്രേമയാണ്. മനസ്സിലായി. നാളെ ഇങ്ങോട്ട് വരുന്ന കാര്യം പറയാനാണോ? അനില ചോദിച്ചു. അതെ, ഞായറാഴ്ച വരാനല്ലേ അനില പറഞ്ഞത്. നാളെ എപ്പോൾ വന്നാൽ കാണാൻ പറ്റും? ഞാനിപ്പോൾ ഹോസ്പിറ്റലാണ്. ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ്. നാളെ ഫ്രീ ആകും. നാളെ പകൽ മുഴുവൻ ഫ്ലാറ്റിൽ കാണും. രാവിലെ വരുന്നില്ല. അനിലേക്ക് റെസ്റ്റ് എടുക്കണ്ടേ? ഉച്ച കഴിഞ്ഞ് വരാം. എബിയും ഞാനും മാത്രമേ വരുന്നുള്ളൂ. ബിന്നി സ്ഥലത്തില്ലല്ലോ? അനില ചോദിച്ചു. ഉണ്ട്, പക്ഷെ ബിന്നി ഇപ്പോൾ വരണമെന്നില്ലല്ലോ. നമ്മളൊരു ധാരണയിലെത്തും മുമ്പ് എനിക്ക് ബിന്നി ഒന്ന് കാണണം. നേരിട്ടിട്ട് ഒന്ന് സംസാരിക്കണം. എൻ്റെ കയ്യിൽ ബിന്നിയുടെ മൊബൈൽ നമ്പറുണ്ട്. ഞാൻ എന്തായാലും അങ്ങോട്ട് വിളിക്കുകയില്ല, ഇങ്ങോട്ട് വിളിക്കാൻ പറയാം. നാളെ കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട്, പ്രേമ പറഞ്ഞു. അപ്പോഴാണ് ഡ്യൂട്ടി നേഴ്സ് വന്ന് അനിലയെ വിളിച്ചത്. ഡോക്ടർ വേഗം കാഷ്വാലിറ്റിയിലേക്ക് വാ, ഒരു ആക്സിഡൻറ്റ് കേസ് വന്നിട്ടുണ്ട്. ശരി ചേച്ചി, നാളെ ഉച്ച കഴിഞ്ഞ് വരും. അനില പെട്ടെന്ന് ഫോൺ സംസാരം അവസാനിപ്പിച്ചു. നേഴ്സ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ആർക്കാ ആക്സിഡൻ്റ് ഉണ്ടായേ? അനില ചോദിച്ചു. ഒരു ചെറുപ്പക്കാരനാ. ബൈക്ക് ആക്സിഡൻ്റ് ആണെന്ന് തോന്നുന്നു. ദേഹം മുഴുവൻ മുറിവ. ബ്ലഡ് ശരിക്കും പോയ ലക്ഷണമുണ്ട്. കാഷ്വാലിറ്റി റൂമിലേക്ക് നടക്കുന്നതിനിടയിൽ ജാൻസി പറഞ്ഞു. അനില ചെന്നപ്പോൾ രക്തത്തിൽ കുളിച്ചൊരു ചെറുപ്പക്കാരനെ ബെഡിൽ കിടത്തിയിട്ടുണ്ടായിരുന്നു. പാൻറ്റും ഷർട്ടും വേഷം, കാലുകളിൽ ഷൂ ഇല്ല, ഷോക്സും മാത്രം ധരിച്ചിരുന്നു. മുഖത്തും രക്തം. ബോധരഹിതനാണ്. അവളെ അയാളുടെ നാടി പിടിച്ചു നോക്കി. വളരെ ദുർബലം. ജാൻസി, വേഗം ഐസിയുലേക്ക് മാറ്റിക്കോ. ഡോക്ടർ സതീഷിനെ കൂടി വിളിച്ചോ. ബ്ലഡ് സാമ്പിൾ എടുത്ത് ലാബിൽ കൊടുക്ക്. ബ്ലഡ് കുറവ് വേണ്ടിവരും. ഇഗ്നേഷ്യസിനോട് റെഡിയായിരിക്കാൻ പറ. സ്കാൻ ചെയ്യണം. അനില കർമ്മനിരതയായി. രക്തപരിശോധന വേഗം നടന്നു. ഗ്രൂപ്പ് ബി പോസിറ്റീവ്. ഇഷ്ടംപോലെ ബാങ്കിൽ സ്റ്റോക്കുണ്ട്. സിസ്റ്റർ റൂബി അപ്പോൾ തന്നെ സ്പിരിറ്റിൽ മുക്കിയ പഞ്ഞി ഉപയോഗിച്ച് അയാളുടെ ശരീരത്തിൽ നിന്നും രക്തം മുഴുവൻ തുടച്ചു മാറ്റി. അപ്പോഴാണ് അനില അയാളുടെ മുഖം കണ്ടത്. അവൾ ഞെട്ടിപ്പോയി. ബിന്നിയായിരുന്നത്. എങ്ങനെയാണ് ബിന്നി? ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. ഡോക്ടർ സതീഷ് വന്നു. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണിത്, അവൾ പറഞ്ഞു. സ്കാൻ ചെയ്തില്ലേ? ഉവ്, ഇതാ റിപ്പോർട്ട്. അനിലയുടെ കൈ വിറച്ചു. ഡോക്ടർ സതീഷ് ആ റിസൾട്ട് ശ്രദ്ധാപൂർവം പരിശോധിച്ചു. തലയ്ക്കുള്ളിൽ മുറിവുണ്ട്. ഉവ്. ഇടഭാഗത്ത് ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഉവ്, എനിക്കും അങ്ങനെയാണ് തോന്നിയത്. എന്താണ് ചെയ്യേണ്ടതെന്ന് രണ്ടുപേരും കൂടി ചർച്ച ചെയ്തു. ഡോണ്ട് വറി, നമുക്ക് നോക്കാം, ഡോക്ടർ സതീഷ് പറഞ്ഞു. അപ്പോഴാണ് ഒരു കാര്യം അനില ഓർത്തത്. ആരാണ് ബിന്നി ഇവിടെ കൊണ്ടുവന്നത്? എങ്ങനെയാണ് ആക്സിഡൻറ്റ് സംഭവിച്ചത്? ബിന്നിയെ ഡോക്ടർ സതീഷിനെ ഏൽപ്പിച്ചിട്ട് അവൾ ജാൻസിയുടെ അടുത്തേക്ക് വന്നു. 2 ചെറുപ്പക്കാരെ കൊണ്ടുവന്ന്. ടാങ്കർ ലോറിയിൽ കാറടിച്ചതാ. കാറിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ആക്സിഡൻ്റ് ഉണ്ടായിട്ട് കുറേ നേരമായെന്ന്. കാറ് വെട്ടിപ്പൊളിച്ചെടുത്ത അവൾ അറിയാവുന്ന വിവരങ്ങൾ പറഞ്ഞു. അവരവിടെ പുറത്തുണ്ടായിരുന്നു. സെൻറ്റ് ആൽബർട്ട്സ് കോളേജിലെ അധ്യാപകരാണെന്നാണ് പറഞ്ഞത്. അഡ്രസ്സ് തന്നിട്ടുണ്ട്. അവരെ കാണുന്നതിന് മുമ്പ് ബിന്നിയുടെ വീട്ടിൽ വിളിച്ച് വിവരം അറിയിക്കേണ്ടതാണ് അത്യാവശ്യം. കളപ്പുരയ്ക്കലെ നമ്പറിലേക്ക് അനില വിളിച്ചു. എബിയാണ് ഫോൺ എടുത്തത്. ഞാനാണ് അനില. ഒരു കാര്യം അറിയിക്കാനാണ് ഞാൻ വിളിച്ചത്. ബിന്നിക്ക് കാർ ആക്സിഡൻ്റ് ഉണ്ടായി. ഇവിടെ 10 മിനിറ്റ് മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ വെച്ചാണ്? ഞെട്ടലോടെ അയാൾ ചോദിച്ചു. കളമശ്ശേരിക്ക് അടുത്താണെന്നാണ് പറഞ്ഞത്. ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ഹെഡ് ഇഞ്ചുറി ഉണ്ട്. ഇപ്പോൾ ഒന്നും പറയാൻ കഴിയുന്നില്ല. സീരിയസ് ആണോ അനില? അമ്പരന്ന് എബി ചോദിച്ചു. ശരീരത്ത് എവിടെയെങ്കിലും മുറിവുണ്ട് അവിടെ ഇവിടെയൊക്കെ. ഫ്രാക്ചറൊന്നുമില്ല. പിന്നെ ബ്രെയിൻ എന്തെങ്കിലും തകരാറുണ്ടായിട്ടുണ്ടോ എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും വൈകല്യം സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ ബോധം തെളിയണം. ഞങ്ങൾ പുറപ്പെടുക. എബി ഫോൺ വെച്ചു. അപ്പോൾ പ്രേമ അയാളോട് അടുത്തേക്ക് വന്നു. ആരാ എബി വിളിച്ചേ? അയാൾ ചോദിച്ചു. അനില, ബിന്നി ആക്സിഡൻ്റായിട്ട് അവിടെ അഡ്മിറ്റാണ്, അയാൾ പറഞ്ഞു.
ആ വിവരം കേട്ട് അവൾ ഞെട്ടി. സീരിയസ് ആണെന്നാണ് അവൾ പറഞ്ഞത്. തലച്ചോറിൽ എന്തെങ്കിലും ക്ഷതം പറ്റിയിട്ടുണ്ടോ എന്ന് ഇപ്പോഴറിയാൻ പറ്റില്ല. നമുക്ക് ഉടനെ പോകണം. ജെയിംസിനെയും കൂടി ഒന്ന് വിളിച്ചേര്. തൽക്കാലം അമ്മച്ചിയൊന്നും അറിയണ്ട. പ്രേമ എന്ന ജെയിംസിനെയും സ്മിതയും വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. മോളവിടെ അമ്മച്ചിയുടെ അടുത്തിരിക്കും. ഞങ്ങൾ 3 പേരും കൂടി പോയിട്ട് വരാം, സ്മിതയോട് പ്രേമ പറഞ്ഞു. ജെയിംസാണ് ഡ്രൈവ് ചെയ്തത്. എബിയും പ്രേമയും പിൻസീറ്റിലായിരുന്നു. ഈ ചായൻ എങ്ങനെ കളമശ്ശേരിയിലെത്തിയെന്ന് എനിക്ക് മനസ്സിലാവാത്തത്, ജെയിംസ് പറഞ്ഞു. തൃശ്ശൂർ പോയിട്ട് വരുവാണെങ്കിൽ എറണാകുളം ടച്ച് ചെയ്യാതെ മൂവാറ്റുപുഴ വഴി വരാമല്ലോ, അതല്ലേ എളുപ്പം. ദൈവം എന്തോ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് അവൻ അതുവഴി വന്നതും ആക്സിഡൻ്റ് ഉണ്ടായതും അല്ലയുടെ അടുത്തെത്തിയതും. അവർ തലയോലപ്പുറം എത്തും മുമ്പേ ഷെറിൻ്റെ ഫോൺ വന്നു. എബിച്ചായ എവിടെ എത്തി? അവൾ ചോദിച്ചു. തലയോലപ്പുറം വന്നു. സ്മിത വിവരമൊക്കെ പറഞ്ഞില്ലേ? ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുകയാണ്. എപ്പോഴാ അവൻ അവിടെ നിന്ന് പുറപ്പെട്ടെ? സേവ്യറുമായിട്ട് കൂടിയിട്ടാണോ ഇറങ്ങിയേ? ബിന്നിച്ചാൻ ഇന്നിവിടെ വന്നിട്ടില്ലല്ലോ. എന്താ വെച്ചാൽ അങ്ങനെ ചോദിച്ചേ? അവൻ തൃശ്ശൂരിൽ വന്നിട്ട് വരുന്ന വഴിയാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പിന്നെ അവൻ അവിടെ പോയി? അയാളെ സംശയിച്ചു. ചിലപ്പോൾ അവളുടെ വീട്ടിൽ എബിബിനെ ഒന്നും പറഞ്ഞില്ല. രാത്രി ആയത് കാരണം ട്രാഫിക് കുറവായിരുന്നു. ജെയിംസും നല്ല വേഗത്തിലാണ് കാർ വിട്ടത്. അത്ര സ്പീഡ് വേണ്ട ജെയിംസേ, ഭയത്തോടെ പ്രേമ പറഞ്ഞു. 11 മണിയായപ്പോൾ അവർ ഹോസ്പിറ്റലിലെത്തി. അപ്പോൾ അനില കാഷ്വാലിറ്റി വാർഡിലുണ്ടായിരുന്നു. ICUലാണ്. പിന്നെ പേടിക്കാനൊന്നുമില്ല, ബ്ലഡ് കയറുന്നുണ്ട്, പ്രഷർ നോർമലായി, എല്ലാം പോസിറ്റീവ് റെസ്പോൺസാണ്, അവൾ പറഞ്ഞു. ഞങ്ങൾക്ക് അവനൊന്ന് കാണാമോന്നില്ല, എബി ചോദിച്ചു. വെളിയിൽ നിന്നുകൊണ്ട് കാണാം, അകത്തേക്ക് കയറാൻ പറ്റില്ല. ICUവിൻ്റെ വാതിലിലൂടെ കിളിവാതിലൂടെ അവർ ബിന്നിയെ കണ്ടു. അയാൾ നിശ്ചലനായി കിടക്കുകയാണ്. 2 വശത്തും ട്രിപ്പ് സ്റ്റാൻഡ്. ഒരു കൈയിലേക്ക് രക്തം കയറുന്നു, മറ്റേ കയ്യിൽ എന്തോ മരുന്ന്. തലച്ചോറിൽ കട്ട പിടിച്ച രക്തം അലിഞ്ചു കളയാനുള്ള മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുക. അതിന് കുറേ സമയമെടുക്കും. നാളെ വൈകുന്നേരത്തോടെ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റൂ. കാത്തിരിക്കുക നിവൃത്തിയുള്ളൂ, അല്ല പറഞ്ഞു. പോലീസിൽ റിപ്പോർട്ട് ചെയ്തില്ലേ? ഉവ്വ്. പുറത്തു വന്ന് സന്ദർശകർക്കുള്ള ഹാളിൽ അവരിരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ ഷെറിനും സേവ്യറും വന്നു. എങ്ങനെ ഇരിക്കുന്നു കാര്യങ്ങൾ? സേവ്യർ ചോദിച്ചു. അറിഞ്ഞ കാര്യങ്ങൾ എബി അവരോട് പറഞ്ഞു. വരുന്ന വഴി ഞങ്ങൾ കാറ് കണ്ടു. കാറിൻ്റെ അവസ്ഥ കണ്ടാൽ രക്ഷപ്പെടത്തില്ലെന്നേ തോന്നുന്നു. അവരവിടെ തന്നെ ഇരുന്ന് നേരം വിളിപ്പിച്ചു. നിങ്ങളിവിടെ ഇരിക്കും, ഞാനും ജെയിംസും കൂടി കളമശ്ശേരിയിൽ വരെ ഒന്ന് പോയിട്ട് വരാം. അവിടെ ആക്സിഡൻറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും അറിയാമല്ലോ, സേവ്യർ പറഞ്ഞു. നേരാ, FIR എഴുതി കാണും. വണ്ടി അവിടെ നിന്ന് എടുപ്പിക്കണം. കാലിൽ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയാലോ. സേവ്യറും ജെയിംസും കൂടി അപ്പോൾ തന്നെ കളമശ്ശേരിയിലേക്ക് പോയി. ഞായറാഴ്ച ഓഫ് ഡേ ആയിരുന്നെങ്കിലും ഫ്ലാറ്റിൽ പോയി അല്പനേരം വിശ്രമിച്ച് അല്ല വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വന്നു. ഷെറിനും പ്രേമയ്ക്കും വേണ്ടി എബി പുറത്ത് ഒരു ഹോട്ടലിൽ മുറിയെടുത്തു. 10 മണിയായപ്പോഴേക്കും ബിന്നി കണ്ണു തുറന്നു. ഡോക്ടർ അനിലയെ ഡ്യൂട്ടി നേഴ്സ് വിവരം അറിയിച്ചു. പക്ഷേ അവൾ വന്നപ്പോഴേക്കും അയാൾ വീണ്ടും ഒരു മയക്കത്തിലേക്ക് വഴുതി വീണു. ഉച്ചയായപ്പോഴേക്കും ജെയിംസ് സേവ്യറും ഒക്കെ മടങ്ങി വന്നു. തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ടാങ്കർ ലോറിയാണ് ഇടിച്ചത്. നിറയെ ഡീസലുള്ള ടാങ്കറായിരുന്നു. ഡ്രൈവറേയും ക്ലീയും അപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാർ എവിടെയാ? അത് വർക്ക്ഷോപ്പിലേക്ക് മാറ്റി. ആക്രി വിലയ്ക്ക് തൂക്കി വിൽക്കാനേ പറ്റൂ. ഉച്ച കഴിഞ്ഞ് ബിന്നി വീണ്ടും കണ്ണു തുറന്നു. അയാൾ ICUവിൽ നിന്ന് ഒബ്സർവേഷൻ വാർഡിലേക്ക് മാറ്റി. എബിയും പ്രേമയും ഷെറിനും അപ്പോഴാണ് അയാൾ ശരിക്കും കണ്ടത്. നെറ്റിയിലും മുറിവുണ്ട്, കയ്യിലും കാലിലും, പിന്നെ മറ്റു ഭാഗങ്ങളിലും ചതവുണ്ട്. എല്ലാം ഭംഗിയായി ഡ്രസ്സ് ചെയ്തിരിക്കുന്നു. ബിന്നി, എബി വിളിച്ചു. അയാൾ കണ്ണു തുറന്നൊന്ന് നോക്കി, വീണ്ടും മയക്കത്തിലേക്ക്. ബിന്നി. അല്പനേരം കഴിഞ്ഞ് അനില ഒന്ന് വിളിച്ചു അയാളെ. അയാൾ കണ്ണു തുറന്ന് അവളെ ഒന്ന് നോക്കി. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? മനസ്സിലായി എന്നർത്ഥത്തിൽ അയാൾ മെല്ലെ തലചരിച്ചു. ആരാണ്? അയാളൊന്നും മിണ്ടിയില്ല. സാരമില്ല, സെഡേഷൻ്റെ ശക്തി വിട്ടിട്ടില്ല. എന്തായാലും എന്നെ തിരിച്ചറിഞ്ഞല്ലോ, അത് മതി. അനില വീണ്ടും ഫ്ലാറ്റിലേക്ക് പോയി. ബിന്നി, സത്യത്തിൽ എന്താ സംഭവിച്ചത്? അടുത്തുണ്ടായിരുന്ന കസേരയിലിരുന്ന് എബി ചോദിച്ചു. കണ്ണുകൾ അടച്ച് കിടന്നതല്ലാതെ ബിന്നി ഒന്നും പറഞ്ഞില്ല. ഇപ്പോൾ ഒന്നും ചോദിക്കണ്ട ചായ, നോർമലായിട്ട് മതി. നിങ്ങളെല്ലാവരും ഹോട്ടലിലേക്ക് പോയിട്ടൊന്ന് ഫ്രഷ് ആകും, ഞാനിവിടെ ഇരിക്കാം, എബി പറഞ്ഞു. ഞാനും കൂടെ ഇരിക്കാം, നിങ്ങൾ പോയിട്ട് വാ, സേവ്യർ പറഞ്ഞു. എബിയും സേവ്യറേയും ഹോസ്പിറ്റലിൽ ഇരുത്തിയിട്ട് മറ്റുള്ളവർ പോയി. നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാം ചായ, ഇവിടെ ക്യാൻറ്റീനുണ്ട്, അല്പനേരം കഴിഞ്ഞ് സേവ്യർ പറഞ്ഞു. ഡ്യൂട്ടി നേഴ്സിനടുത്ത് ബിന്നിയുടെ കാര്യം ഏൽപ്പിച്ചിട്ട് അവർ ക്യാൻറ്റീനിലേക്ക് പോയി. അവർ തിരിച്ചു വന്നപ്പോൾ ബിന്നി കണ്ണുകൾ തുറന്ന് കിടക്കുകയായിരുന്നു. ഇപ്പോഴെങ്ങനെയുണ്ടാ? വാത്സല്യത്തോടെ എബി ചോദിച്ചു. ബിന്നിയൊന്നും മിണ്ടിയില്ല. അയാൾ സംസാരിക്കാനായി വായി തുറന്നെങ്കിലും വാക്കുകളൊന്നും പുറത്തേക്ക് വന്നില്ല. എന്താ ബിന്നി, നിനക്ക് മിണ്ടാൻ പറ്റുന്നില്ലേ? ഇല്ലെന്ന് അയാൾ തലയാട്ടി കാണിച്ചു. എബി ഒന്ന് ഭയന്നു. അയാൾ വേഗം അനിലയെ വിളിച്ചു.
ബിന്നിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുന്നു. എന്താണല്ല അവനെന്തെങ്കിലും? ഞാനിതാ വരുന്നു. 10 മിനിറ്റിനുള്ളിൽ അനില വന്നു. അവൾ ബിന്നിയുമായിട്ട് വിശദമായി പരിശോധിച്ചു. അവൾ ചോദിച്ചതിനൊന്നും അയാൾ മറുപടി പറഞ്ഞില്ല. ആംഗ്യ ഭാഷയിലാണ് ആശയവിനിമയം നടത്തിയത്. സംശയം തോന്നി അവൾ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ സൈമണുമായി സംസാരിച്ചു. അദ്ദേഹം ബിന്നിയെ പരിശോധിച്ചു. സോറി അനില, തൻ്റെ പേഷ്യൻറ്റിന് സംസാരശേഷി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവൾ നടുങ്ങി. അനന്തരാമൻ ചുരുട്ടുപെട്ടി തുറന്നൊരു ചുരുട്ടെടുത്ത് ചുണ്ടിൽ വെച്ചിട്ട് അനീറ്റിയെ നോക്കി. ഓഫീസിൽ അയാളുടെ മുറിയിലായിരുന്നു അവർ. ഡെയ്സി ഇന്ന് ഓഫീസിൽ പോയോ? ചുരുട്ട് വീണ്ടും ചുണ്ടിൽ നിന്നെടുത്തിട്ട് അവൾ ചോദിച്ചു. ഇല്ല, ഈ ആഴ്ച കഴിഞ്ഞിട്ടേ അവളുടെ ലീവ് തരൂ. അനീറ്റയ്ക്ക് കഴിയുന്നത്ര സഹായിക്കണമെന്നുണ്ട്. എനിക്ക് അതുകൊണ്ടാണ് കമ്പനി ചെലവിൽ ഒരു വീടെടുത്ത് തന്നത്. അയ്യന്തോടിലേക്ക് പോകാൻ ഇഷ്ടമില്ലെന്ന് എനിക്ക് മനസ്സിലായി. വേറെ വീട് നോക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന വീട് തന്നെ മതി സ്വാമി, അയാൾ പറഞ്ഞു. വിനോദ് വീട്ടുവാടക വാങ്ങുന്നുണ്ടോ? ഇല്ല. അത് ശരിയല്ല അനീറ്റ. എൻ്റെ പേഴ്സണൽ സെക്രട്ടറി മറ്റൊരാളുടെ ഔദാര്യത്തിൽ താമസിക്കാൻ ഞാൻ സമ്മതിക്കില്ല. വേറെ വീടെടുത്തിട്ട് തരും, അങ്ങോട്ട് മാറണം, ആജ്ഞ പോലെ അയാൾ പറഞ്ഞു. അപ്പോഴാണ് അനന്തരാമൻ്റെ മൊബൈൽ ബെല്ലടിക്കാൻ തുടങ്ങിയത്. DYSP ചന്ദ്രശേഖരനാണ്. സ്വാമി, ഞാൻ ഇനി വീട്ടിലേക്ക് പോയിക്കോട്ടെ? ഉച്ചയ്ക്ക് ചെല്ലാമെന്ന് ഡെയ്സിയോട് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ശരി അനീറ്റ, പോയിക്കോളൂ, അയാൾ അനുവാദം കൊടുത്തു. അവൾ പോയി കഴിഞ്ഞപ്പോൾ അനന്തരാമൻ ആ കോൾ എടുത്തു. എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞോ ചന്ദ്രശേഖര? അയാൾ ചോദിച്ചു. അറിഞ്ഞു സ്വാമി, അയാളെ ലിസി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. തനിക്ക് പരിചയമുള്ള ബിന്നി എന്ന ചെറുപ്പക്കാരന് തലേരാത്രിയിൽ കാർ ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെന്ന് അന്വേഷിച്ചിട്ട് വിവരം അറിയിക്കണമെന്നും രാവിലെ ചന്ദ്രശേഖരനെ വിളിച്ച് ഏർപ്പാടാക്കിയിരുന്നു. ബിന്നി മരിച്ചില്ലെന്ന അറിവ് അനന്തരാമന് വല്ലാത്ത നിരാശയാണ് ഉണ്ടാക്കിയത്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? SIയെ വിട്ടാണ് അന്വേഷിച്ചത്. അപകടനിലയില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സ്വാമി പേടിക്കണ്ട, പുള്ളിക്കൊന്നും സംഭവിക്കില്ല, ചന്ദ്രശേഖരൻ ഉറപ്പ് കൊടുത്തു. താങ്ക്സ് ചന്ദ്രശേഖരൻ. എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നെ വിളിക്കാൻ മറക്കണ്ട. ശരി സ്വാമി. അനന്തരാമൻ ഫോൺ വെച്ചു. അയാൾ 1-2 തവണ ചുരുട്ട് ആഞ്ഞു വലിച്ചു. എന്നിട്ട് മൊബൈലെടുത്ത് ഒരു നമ്പർ ഡയൽ ചെയ്തു. മാണിക്യം, തന്നെ എനിക്കിപ്പോൾ കാണണം, വേഗം ഇങ്ങോട്ട് വാ, അയാൾ പറഞ്ഞു. വരാം സ്വാമി. ഫോൺ വെച്ചിട്ട് റിവോൾവിംഗ് ചെയറിൽ നിന്നും അനന്തരാമൻ കണ്ണുകൾ അടച്ചിരുന്നു. അയാളുടെ തലക്കുള്ളിൽ പുതിയ തന്ത്രങ്ങളുടെ രൂപകൽപ്പന തുടങ്ങി. ബിന്നിയുടെ നമ്പറോ ഓരോ അക്കൗണ്ട് ഡെയ്സി ശ്രദ്ധാപൂർവ്വം ഡയൽ ചെയ്തു. വീണ്ടും ബെല്ലടി കേട്ടെങ്കിലും അല്പനേരം കഴിഞ്ഞത് താനെ നിന്നു. 4ാമത്തെ തവണയാണ് അന്ന് ആ നമ്പറിൽ അവൾ വിളിക്കുന്നത്. അനീറ്റ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങതാ, ഞാനൊന്ന് ട്രൈ ചെയ്യാം. മൊബൈൽ അവൾ അനീറ്റയ്ക്ക് കൊടുത്തു. ബിന്നിയുടെ നമ്പറിൽ അവൾ വിളിച്ചു നോക്കി. ഹലോ. പെട്ടെന്ന് അപരിചിതമായ ഒരു പുരുഷ സ്വരം അവൾ കേട്ടു. ബിന്നിയുടെ നമ്പറിൽ ഇത്? സംശയത്തോടെ അവൾ ചോദിച്ചു. അറിയില്ല, ആക്സിഡൻ്റ് ഉണ്ടായി. ഇവിടെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന ഒരു കാറിൽ നിന്നും കിട്ടിയ ഫോണാണിത്. ആക്സിഡൻ്റ് ഉണ്ടായ കാറോ? ഞെട്ടലോടെ അവൾ ചോദിച്ചു. അതെ, ഇന്നലെ രാത്രിയിൽ പ്രീമിയം ജംഗ്ഷനിൽ വെച്ചിട്ടൊരു ആക്സിഡൻ്റ് ഉണ്ടായി. എന്ത് കാറാണ്? ഒരു ബ്ലാക്ക് മെഴ്സിഡസ്. എൻ്റെ ദൈവമേ, അത് ഓടിച്ചിരുന്ന ആളിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഉത്കണ്ഠയോടെ അവൾ ചോദിച്ചു. കാറിതാ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നേ ഉള്ളൂ. വല്ലാതെ ഡാമേജ് ആയിട്ടുണ്ട്. വെട്ടിപ്പൊളിച്ച ആളിനെ പുറത്തെടുത്തിരിക്കുന്നത്. പക്ഷെ മരിച്ചിട്ടില്ല. ലിസി ഹോസ്പിറ്റലാണെന്നാണ് പുള്ളിയുടെ അളിയനും അനിയനൊക്കെ ഇവിടെ വന്നപ്പോൾ പറഞ്ഞത്. അനീറ്റ പറയുന്നത് കേട്ടുകൊണ്ട് തന്നെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഡെയ്സി. ബിന്നിക്ക് ആക്സിഡൻ്റ് ആയെന്ന് അവൾക്ക് മനസ്സിലായി. ബിന്നിക്ക് എന്ത് പറ്റി ചേച്ചി? ക്ഷമ നശിച്ച് അവൾ ചോദിച്ചു. അവൾ അനീറ്റയുടെ കയ്യിൽ കയറി പിടിച്ചു. ആ കോള് ക്യാൻസൽ ചെയ്തിട്ട് അനീറ്റ അവളെ നോക്കി. ആക്സിഡൻ്റ് ഉണ്ടായി, ബിന്നി ഹോസ്പിറ്റലാണ്. ഡെയ്സി അത് കേട്ട് ഞെട്ടി. കാറിൽ നിന്നും ഇപ്പോഴാണ് അയാൾക്ക് ഫോൺ കിട്ടിയത്. നമുക്കിപ്പോൾ തന്നെ എറണാകുളത്ത് പോയാലോ? ഡെയ്സി ചോദിച്ചു. അനീറ്റ ആ ക്ലോക്കിൽ നോക്കി. മണി 2 കഴിഞ്ഞു. പോകാം, നീ വേഗം ഡ്രസ്സ് ചെയ്യ്. അവൾ സമ്മതിച്ചു. നമുക്ക് ടാക്സിയിൽ പോകാമല്ലേ? സ്വാമിയോട് പറഞ്ഞാൽ ഒരു കാറ് വിട്ടുവരും. പറയണോ? വേണ്ട, ഡെയ്സിക്ക് അത് ഇഷ്ടമായെന്ന് വരില്ല. രണ്ടുപേരും വേഗം ഡ്രസ്സ് ചെയ്ത് വാതിൽ പൂട്ടി താഴേക്ക് ഇറങ്ങി. സിറ്റൗട്ടിലപ്പോൾ വിനോദ് ഗുരുവിള ഉണ്ടായിരുന്നു. എങ്ങോട്ടാ രണ്ടുപേരും കൂടി? പുഞ്ചിരിയോട് അയാൾ ചോദിച്ചു. എറണാകുളം വരെ. ബിന്നിക്കൊരു കാർ ആക്സിഡൻ്റ് ആയി. അവിടെ ലിസിയില, അനീറ്റ പറഞ്ഞു. സീരിയസ് ഒന്നും അല്ലല്ലോ? ഉത്കണ്ഠയോടെ അയാളെ ചോദിച്ചു. അറിയില്ല, പക്ഷേ ഡെയ്സിയുടെ കണ്ണുകളിൽ നനവ് പെട്ടെന്ന് അയാളെ കണ്ടു. ഞാനും വരാം. വിനോദ് വേഗം അകത്തേക്ക് പോയി. അനീറ്റയും ഡെയ്സിയും പരസ്പരം നോക്കി. വരട്ടെ, നമ്മൾ 2 പെണ്ണുങ്ങൾ മാത്രം തിരിച്ചു വരുമ്പോൾ വൈകിയാലോ? ഡെയ്സി ഒന്നും പറഞ്ഞില്ല. വിനോദ് പെട്ടെന്ന് തന്നെ വന്നു. വാ കയറ്, കാർ എടുത്തുകൊണ്ട് തന്നെ അയാൾ പറഞ്ഞു. വിനോദ് സാറിനെ വെറും ഡ്രൈവറാക്കി രണ്ടുപേരും പിന്നിലിരിക്കുന്നത് ശരിയല്ലെന്ന് അനീറ്റയ്ക്ക് തോന്നി. അത് കാരണം അവൾ ഫ്രണ്ട് സീറ്റിലാണ് ഇരുന്നത്, ഡെയ്സി തനിയെ ബാക്ക് സീറ്റിലും. എങ്ങനെ വിവരം അറിഞ്ഞ്? കാർ ഓടിക്കുന്നതിനിടയിൽ വിനോദ് ചോദിച്ചു. അറിഞ്ഞ കാര്യം അനീറ്റ പറഞ്ഞു. എന്താണിങ്ങനെ ദുരന്തങ്ങൾ വീണ്ടും വീണ്ടും? ആദ്യം ജോഷി, ഇപ്പോൾ ബിന്നി.
ആദ്യം അനീറ്റയുടെ ഭർത്താവ്, ഇപ്പോൾ ഡെയ്സിയെ വിവാഹം കഴിക്കാൻ പോകുന്ന ബിന്നി. ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? പെട്ടെന്ന് അനീറ്റയുടെ മൊബൈൽ ബെല്ലടിച്ചു. അവൾ അതെടുത്ത് നോക്കി. അനന്തരാമൻ സ്വാമിയാണ് വിളിക്കുന്നത്. റെസ്റ്റ് എടുക്കാൻ വേണ്ടി വീട്ടിലിരിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട്. ഹലോ, അവൾ പറഞ്ഞു. അവളുടെ സ്വരത്തോടൊപ്പം റോഡിലെ ട്രാഫിക്കിൻ്റെ ശബ്ദം അനന്തരാമൻ കേട്ടു. അനീറ്റ വീട്ടിലല്ലേ? അല്ല, ഞാൻ എറണാകുളത്തിന് പോയിരിക്കുമോ സ്വാമി. പെട്ടെന്ന് വിനോദ് അവളെ ഒന്ന് നോക്കി. എന്താണിപ്പോൾ? ബിന്നിയുടെ കാര്യം അവൾ പറഞ്ഞു. അനീറ്റ പോയി വരട്ടെ, യഥാർത്ഥ സ്ഥിതി അറിയാം. കാറിലാണോ പോകുന്നത്? അനന്തരാമൻ ചോദിച്ചു. എന്തിനാ ടാക്സി വിളിച്ചേ? ഞാൻ വണ്ടി അയക്കുമായിരുന്നില്ലേ? അയാൾ കുറ്റപ്പെടുത്തി. വിനോദിൻ്റെ കാറിലാണ്. അയാൾ അറിയാതെ പല്ലുകൾ ഞെരിച്ചു. വിനോദ് കുരുവിള. ഇനി നീയാണ് എൻ്റെ വഴി മുടക്കുന്നവൻ. ശരി, വന്നിട്ട് വിളിക്കണം കേട്ടോ. അയാൾ ഫോൺ മടിയിൽ വെച്ചു. ജോഷിക്ക് പോകാനുള്ള ജോലി അനീറ്റയ്ക്ക് കിട്ടും. അപ്പോൾ അനന്തരാമൻ്റെ ഓഫീസിൽ ജോലി ഉപേക്ഷിക്കുമല്ലേ? പെട്ടെന്ന് വിനോദ് ചോദിച്ചു. അതേക്കുറിച്ച് ഞാനിതുവരെ തീരുമാനമൊന്നും എടുത്തില്ല. സർക്കാർ ജോലി കളയരുത്, അയാൾ പറഞ്ഞു. അവളൊന്നും മിണ്ടിയില്ല. ബിന്നിയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ മുഴുകി. ബാക്ക് സീറ്റിൽ കണ്ണുകളടച്ച് ഡെയ്സി ഒറ്റയ്ക്കിരുന്നു. അവർ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ 4:30 മണി കഴിഞ്ഞിരുന്നു. കാറിൽ നിന്നിറങ്ങി വിനോദിനോടൊപ്പം അനീറ്റയും ഡെയ്സിയും ചെന്നു. രണ്ടുപേരുടെയും മനസ്സുകൾ വല്ലാതെ ഉത്കണ്ഠപ്പെട്ടിരുന്നു. എൻക്വയറിയിൽ ചെന്ന് ബിന്നിയുടെ കാര്യം അന്വേഷിച്ചത് വിനോദാണ്. ബിന്നിയോടൊപ്പം കളപ്പുരയ്ക്കൽ ആരെങ്കിലുമൊക്കെ കാണുമല്ലോ എന്ന കാര്യം അപ്പോഴാണ് അനീറ്റ ഓർത്തത്. അവർ പ്രശ്നം ഉണ്ടാക്കുമോ? 126-ലാണ്. സ്റ്റെയർ കേസ് കയറി മുകളിലെത്തിയപ്പോൾ വിനോദ് പറഞ്ഞു. വലത്തേക്കുള്ള കോറിഡോറിലേക്ക് അവർ തിരിഞ്ഞു. കോറിഡോറിലെ ഒരു മുറിയുടെ വാതിലിൻ്റെ വെളിയിൽ ജെയിംസും സേവിയറും നിൽക്കുന്നുണ്ട്. അനീറ്റ ഞെട്ടി. അവളെ പെട്ടെന്ന് ഡെയ്സിയുടെ കൈ പിടിച്ചു. മോളതെ അവർ, ശബ്ദം താഴ്ത്തി പറഞ്ഞു. ജെയിംസിനെ കണ്ടപ്പോൾ ഡെയ്സിക്ക് ആളിനെ മനസ്സിലായി. വിനോദ് മുന്നിലാണ് നടന്നത്. അവർ 3 പേരും വരുന്നത് കണ്ട് പെട്ടെന്ന് സേവിയറും ജെയിംസും സംസാരം നിർത്തി. അവരെ പരസ്പരം നോക്കി. കാണിക്കരുത് അവരെ, ശബ്ദം താഴ്ത്തി ജെയിംസ് പറഞ്ഞു. ഇതാണ് റൂം. 126 നമ്പർ മുറിയുടെ മുന്നിലെത്തിയപ്പോൾ വിനോദ് പറഞ്ഞു. നില്ല്. പെട്ടെന്ന് ജെയിംസ് അയാളുടെ മുന്നിൽ കയറി നിന്നു. ഞങ്ങൾ ബിന്നിയൊന്ന് കാണാമെന്നാ, തൃശ്ശൂരിൽ നിന്നും. എൻ്റെ പേര് വിനോദ് കുരുവിള. ബിന്നിച്ചായനെ കാണാൻ ആർക്കും അനുവാദമില്ല. സന്ദർശകരെ പ്രവേശിക്കരുതെന്ന ഡോക്ടറുടെ കർശനമായ നിർദ്ദേശം, അവൻ പറഞ്ഞു. നിസ്സഹായതയോടെ വിനോദ് മുഖം തിരിച്ച് അനീറ്റയും ഡെയ്സിയും നോക്കി. അനീറ്റ മുന്നോട്ട് കടന്ന് സേവിയറിൻ്റെ അടുത്തേക്ക് നിന്നു. സേവിയർ, ബിന്നിക്ക് എങ്ങനെ ഇരിക്കുന്നു? അവൾ ചോദിച്ചു. അയാൾ വന്നു. അകത്ത് ഷെറിനുണ്ട്. അവളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വന്ന പോരാത്തതിന് അല്ലയുണ്ട് ഉള്ളിൽ. തലയ്ക്ക് ക്ഷതം പറ്റിയിട്ടുണ്ട്. എങ്കിലും ബോധം വീണു. പക്ഷേ സംസാരശേഷി നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അവളെ എത്രയും വേഗം ഒഴിവാക്കാനായി സേവിയർ പറഞ്ഞു. അത് കേട്ട് ഡെയ്സി ഒന്ന് തേങ്ങി. കോപത്തോടെ ജെയിംസ് അവളെ ഒന്ന് നോക്കി. ഇത് ഹോസ്പിറ്റലാണ്. ഇവിടെ അനാവശ്യമായിട്ടൊരു സീൻ ഉണ്ടാക്കരുത്. എല്ലാവരും സ്ഥലം വിട്ടാട്ടെ, അവൻ കടുപ്പിച്ച് പറഞ്ഞു. അപ്പോഴാണ് വാതിൽ തുറന്ന് ഡോക്ടർ അനിലെ പുറത്തേക്ക് ഇറങ്ങിയത്. അവൾക്ക് വിനോദിനെയും അനീറ്റയെയും ഡെയ്സിയെയും മനസ്സിലായില്ല. പക്ഷെ കരയുന്ന ഡെയ്സിയെ അനിൽ ശ്രദ്ധിച്ചു. ആരാണ് ജെയിംസ് ഇവരൊക്കെ? അവൾ ചോദിച്ചു. ഇത് ബിന്നിച്ചാൻ്റെ പരിചയക്കാരാ. അനിലയുടെ കയ്യിലിരുന്ന സ്റ്റെതസ്കോപ്പ് അനീറ്റ ശ്രദ്ധിച്ചു. അനീറ്റ പെട്ടെന്ന് അവളോട് ചോദിച്ചു. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വരിക. ബിന്നി ഒന്ന് കണ്ടോട്ടെ? കണ്ടോളൂ, പക്ഷെ അധികം നേരം നിൽക്കരുത്. അനില അനുവാദം കൊടുത്തു. ജെയിംസിൻ്റെ മുഖം വിളറി. അനിലയും ഡെയ്സിയും വിനോദും മുറിയിലേക്ക് കയറി. തലയിലും ദേഹത്തും ബാൻഡേജുമായി ബിന്നി കിടക്കുന്നു കണ്ടു. അവരങ്ങനെ അത് നോക്കി നിന്നു. മുറിയിൽ പ്രേമയും ഷെറിനും ഉണ്ടായിരുന്നു. ഷെറിൻ അവരെ കണ്ട് കോപത്തോടെ എന്തോ പറയാനാണെങ്കിലും പ്രേമ പെട്ടെന്ന് അവളുടെ കൈ പിടിച്ച് തടഞ്ഞു. അനില ഒന്നും അറിയാൻ പാടില്ല. ബിന്നി ഒന്ന് കണ്ണു തുറന്നു. ഒന്ന് നോക്കിയെങ്കിലും എന്ന് ഡെയ്സി ഇടയ്ക്കിടയ്ക്ക് ആശിച്ചു. മതി കണ്ടത്, ജെയിംസ് അകത്തേക്ക് കയറി പറഞ്ഞു. അവർ 3 പേരും പുറത്തേക്കിറങ്ങി. അവൻ പിന്നാലെ ചെന്നു. ബിന്നിച്ചായനെ കാണാനെന്ന് പറഞ്ഞ് ഇനി വന്നാൽ എൻ്റെ സ്വഭാവം മാറും കേട്ടോ, അവൻ പറഞ്ഞു. പുറത്ത് ഡോക്ടർ അനില ഉണ്ടായിരുന്നില്ല. വരൂ, നമുക്ക് പോകാം, വിനോദ് പറഞ്ഞു. അവർ 3 പേരും സ്റ്റെയർ കേസിന് നേരെ നിശബ്ദരായി നടന്നു. അല ഒന്ന് നിന്നേ, പെട്ടെന്ന് പിന്നിൽ നിന്നും ജെയിംസ് വിളിച്ചു. 3 പേരും നിന്നു. ജെയിംസ് നടന്ന് അവരുടെ അടുത്തേക്ക് വന്നു. പുതിയ രക്ഷകനായിരിക്കും, പരിഹാസത്തോടെ അവൻ വിനോദിനെ നോക്കിയെന്ന് പറഞ്ഞു. ആരും ഒന്നും പറഞ്ഞില്ല. ഇവിടുമാരെയും കൊണ്ട് നടന്നാൽ അത് തൻ്റെ അധോഗതിയായിരിക്കും. ഇവിടുമാർ ഏതിനുമാണെന്ന് അധികം വൈകാതെ ബോധ്യപ്പെടും. അടുത്ത പണച്ചാക്കിനെ കാണുന്നവരെ. പെട്ടെന്ന് വിനോദിൻ്റെ കൈയൊന്ന് ഉയർന്നതാണ്. പടക്കം പൊട്ടുന്ന പോലെ ജെയിംസിൻ്റെ കവിളിലൊരു അടി വീണു. ഒരക്ഷരം മിണ്ടിപ്പോരുതിനി. ഇത് ഹോസ്പിറ്റലായതുകൊണ്ട് ഇപ്പോൾ ഇത്രമാത്രം. മനസ്സിലായോ നിനക്ക്? അയാൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ശബ്ദം വരുത്താതെ പറഞ്ഞു. ജെയിംസ് സ്തബ്ധനായി നിന്നു. വാ പോകാം, വിനോദ് പറഞ്ഞു. അനീറ്റയും ഡെയ്സിയും അയാളോടൊപ്പം നടന്നു. സോറി, എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ ചെന്നപ്പം മുതലുള്ള ഭാവവും സംസാരവും അവൻ്റെ, എനിക്കതൊട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. ക്ഷമാവണം പോലെ വിനോദ് പറഞ്ഞു. സാരമില്ല സർ, അവനത് അറിയിക്കുന്നുണ്ട്.
അനീറ്റ അയാളെ പിന്താങ്ങി. സേവ്യറിൻ്റെ വാക്കുകൾ മാത്രമാണ് ഡെയ്സിയുടെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. ബിന്നിയുടെ സംസാരശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരക്ഷരം പോലും ഇനി ബിന്നി സംസാരിക്കുകയില്ലേ. അല്പനേരം അവിടെ നിൽക്കാൻ പോലും സമ്മതിച്ചില്ല. താഴെ വന്ന് അവർ കാറിൽ കയറാൻ തുടങ്ങിയപ്പോഴാണ് ഡോക്ടർ അനില മറ്റൊരു കാറിൽ നേരെ നടന്നു പോകുന്നത് ഡെയ്സി കണ്ടത്. ഞാനിപ്പോൾ വരാം ചേച്ചി. അനിലയുടെ അടുത്തേക്ക് ഡെയ്സി ഓടിച്ചെന്നു. എക്സ്ക്യൂസ് മീ ഡോക്ടർ, അവൾ വിളിച്ചു. അനില പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ഡെയ്സിയെ കണ്ട് അവൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ബിന്നിയെ കാണാൻ വന്ന പരിചയക്കാർ. ബിന്നിയെ ട്രീറ്റ് ചെയ്ത ഡോക്ടറല്ലേ? ആകാംക്ഷയോടെ ഡെയ്സി ചോദിച്ചു. അതെ. ഇപ്പോൾ ബിന്നിയുടെ അവസ്ഥ എന്താണ് ഡോക്ടർ? ബിന്നിയുടെ സംസാരശേഷി നഷ്ടപ്പെട്ടു എന്നറിഞ്ഞ നേരാണോ? അതെ. ആക്സിഡൻ്റ് ഉണ്ടായപ്പോൾ ബിന്നിയുടെ തലച്ചോറിൻ്റെ ഒരു ഭാഗത്ത് ക്ഷതം പറ്റിയിട്ടുണ്ട്. നമ്മുടെ സംസാരശേഷി, കാഴ്ചശക്തി, കേൾവി എന്നിവയെ നിയന്ത്രിക്കുന്ന ചില പ്രത്യേക കേന്ദ്രങ്ങളുണ്ട്. ആ ഭാഗത്ത് എന്തെങ്കിലും പരിക്ക് പറ്റിയാൽ നമ്മുടെ ആ കഴിവുകൾ നഷ്ടപ്പെടും. ക്ഷമയോടെ അനില വിശദീകരിച്ചു. ഇനി സംസാരശേഷി ഒരിക്കലും തിരിച്ചു കിട്ടില്ലേ? തകർന്ന ഹൃദയത്തോടെ ഡെയ്സി ചോദിച്ചു. ഇല്ലെന്നങ്ങനെ ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല. ബിന്നിയെ വെല്ലൂർക്ക് കൊണ്ടുപോയാലോ എന്നാലോചിക്കുകയാണ് ഞാൻ. അവിടെ സമർത്ഥനായ ഒരു ന്യൂറോളജിസ്റ്റ് ഉണ്ട്, ഡോക്ടർ ആൽബർട്ട്. എൻ്റെ പ്രൊഫസറും കൂടിയാണ്. ഞാൻ അദ്ദേഹവുമായി കുറച്ച് മുമ്പേ സംസാരിച്ചു. ഓപ്പറേഷൻ നടത്തിയ ബിന്നിയുടെ സംസാരശേഷി തിരിച്ചിട്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഡോക്ടർ ബിന്നിയെ കൊണ്ടുവന്നെന്നാണ്. അത് തീർച്ചപ്പെടുത്തിയിട്ടില്ല. പ്രൊഫസറുമായി കൺസൾട്ട് ചെയ്തിട്ട് വേണം കൊണ്ടുപോകാൻ. അതിരിക്കട്ടെ, എന്താണ് പേര്? ഡെയ്സി. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വന്ന. ഡെയ്സിയെ കണ്ടപ്പോൾ എനിക്കൊരു പ്രത്യേകത തോന്നി. അതുകൊണ്ടാണ് ഇത്രയും സംസാരിച്ചത്. ബിന്നി എങ്ങനെയാണ് ഡെയ്സിക്ക് പരിചയം? അനില ചോദിച്ചു. എന്നെ കെട്ടാൻ പോകുന്ന ആളാണ് ബിന്നി, ഡെയ്സി പറഞ്ഞു. അനില ഞെട്ടലോടെ അവളെ നോക്കി. എന്താ അയാളുടെ പേര്? ആന്തലോടെ അനില ചോദിച്ചു. ഡെയ്സി. തൃശ്ശൂർ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലാണ് എനിക്ക് ജോലി, അനില പറഞ്ഞു. അനില അവളുടെ മുഖത്തേക്ക് നോക്കി ഒരു നിമിഷം നിന്നു. വീട്ടുകാർ തമ്മിൽ ആലോചിച്ചുറപ്പിച്ച് കെട്ടാണോ നിങ്ങളുടേത്? അല്ല ഡോക്ടറെ, എൻ്റെയും ബിന്നിയുടെയും മാത്രം തീരുമാനം. തൃശ്ശൂരിൽ എന്നെ വന്ന് കണ്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് ആക്സിഡൻ്റ് ഉണ്ടായത്. ഡോക്ടർ ബിന്നിയെ രക്ഷപ്പെടുത്തിയെന്നറിയാം. ബിന്നിയുടെ സംസാരശേഷിയും ഡോക്ടർ തന്നെ വീണ്ടെടുത്ത് തരാൻ സഹായിക്കണം. ഡെയ്സി തൊഴുകകളിലൂടെ അനിലയെ നോക്കിയിരുന്നു. അവളുടെ നിറഞ്ഞ കണ്ണുകൾ അനില കണ്ടു. നിങ്ങൾ തമ്മിൽ പ്രേമത്തിലാണോ? അനില ചോദിച്ചു. ബിന്നിക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്ക് ബിന്നിയും, അവൾ പറഞ്ഞു. എന്നിട്ടാണ് ചേട്ടത്തിയും ചേട്ടനും കൂടി തനിക്ക് വേണ്ടി ബിന്നിയെ കല്യാണം ആലോചിച്ചത്. എല്ലാം മറന്നു തുടങ്ങിയതാണ്. അപ്പോഴാണ് മുറിവ് വീണ്ടും മാന്തി പൊളിച്ച്. കാറിനടുത്ത് വിനോദും അനീറ്റയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവരനില കണ്ടു. അതൊക്കെ ആരാണ്? അവൾ അന്വേഷിച്ചു. എൻ്റെ ചേച്ചിയാണ്. മറ്റേത് ഞങ്ങളുടെ ഹൗസ് ഓണർ. ഞങ്ങൾ പാവ ഡോക്ടറെ, മനുഷ്യത്തുള്ള ആളാണ് ഡോക്ടർ. അതുകൊണ്ടാണ് എനിക്ക് വേണ്ടി ഇത്രയും സമയം. ബിന്നിയെ വെല്ലൂർക്ക് കൊണ്ടുപോകാൻ ഡോക്ടർ തന്നെ മുൻകൈ എടുക്കണം. അനില ദുർബലമായിട്ടൊന്ന് തലകുലുക്കി. ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നു. ഡോക്ടർ പേരെന്താ? പെട്ടെന്ന് ഡെയ്സി ചോദിച്ചു. അനില. ഡെയ്സി പോയിക്കോളൂ. വേഗം അനില ചെന്ന് കാറിൽ കയറി. ഡോക്ടർ എന്ത് പറഞ്ഞു മോളെ? ഡെയ്സി എന്നപ്പോൾ അനിറ്റ ചോദിച്ചു. ബിന്നിയെ അവർ വെല്ലൂർക്ക് കൊണ്ടുപോകാനുള്ള ആലോചനയില്ല. അവിടെ ഡോക്ടർക്ക് പരിചയമുള്ളൊരു ന്യൂറോ സർജൻ ഉണ്ട്. ഓപ്പറേഷൻ നടത്തിയ സംസാരശേഷി തിരിച്ചു കിട്ടുന്ന ഡോക്ടറുടെ വിശ്വാസം, അവർ പറഞ്ഞു. അവർ മൂന്നുപേരും കാറിൽ കയറി. അന്നേരം ആ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് നമുക്ക് ബിന്നിയെ കാണാൻ പറ്റി. അവരൊരു നല്ല സ്ത്രീയാണെന്ന് തോന്നുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വിനോദ് പറഞ്ഞു. എന്താ മോളെ ഡോക്ടറുടെ പേര്? അനീറ്റ ചോദിച്ചു. അനില. അനീറ്റ ഒന്ന് ഞെട്ടി. ഡോക്ടർ അനില. കാരിത്താസിലെ ഡോക്ടറായിരുന്നു അനില. തമ്മിൽ കണ്ടിട്ടില്ലെങ്കിലും അമ്മഞ്ചേരിയിലെ വാടക വീട്ടിൽ ചെന്ന് അവളുടെ മമ്മിയെ കണ്ടിട്ടുണ്ട്. ബിന്നിയും അവളും തമ്മിലുള്ള കെട്ടുമുടുക്കാൻ അത് സാധിക്കുകയും ചെയ്തു. ബിന്നി വീണ്ടും അനിലയുടെ അടുത്തെത്തിയിരിക്കുന്നു. സന്ധ്യ കഴിഞ്ഞ് അവർ തൃശ്ശൂരിലെത്തിയപ്പോൾ, നമുക്കെന്തെങ്കിലും കഴിച്ചിട്ട് പോയാലോ? ഇത്രയും യാത്ര ചെയ്തിട്ട് ഇനി വീട്ടിൽ ചെന്ന് ഭക്ഷണം ഉണ്ടാക്കണോ? വിനോദ് ചോദിച്ചു. വേണ്ട സർ, സാറിനെ ഞങ്ങളിപ്പോൾ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു, ഡെയ്സി പറഞ്ഞു. എനിക്കിതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. ബിന്നി എൻ്റെയും ഫ്രണ്ടാണ്. ശരി സാർ, കഴിച്ചിട്ട് പോവാം, അനീറ്റ പറഞ്ഞു. കാസിനോയിലായിരുന്നു വിനോദ് അവരെ കൊണ്ടുപോയത്. റെസ്റ്റോറൻറ്റിൽ ചെന്ന് അവർ ഭക്ഷണം കഴിച്ചു. അപ്പോഴാണ് രണ്ട് സഹായികളോടൊപ്പം മാണിക്യം റെസ്റ്റോറൻറ്റിലേക്ക് കയറി വന്നത്. ഇരിക്കാനായി ഒഴിഞ്ഞ സീറ്റുകൾ കണ്ണുകൾ കൊണ്ട് പരതുമ്പോൾ വിനോദും അനീറ്റയും ഡെയ്സിയും അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. മാണിക്യം പെട്ടെന്ന് പുറത്തേക്കിറങ്ങി മൊബൈലിൽ അനന്തരാമനെ വിളിച്ച് ശബ്ദം താഴ്ത്തി പറഞ്ഞു. അവരെപ്പോഴാണ് അവിടെ വന്നത്? അറിയില്ല സ്വാമി, ഞാൻ വന്നപ്പോൾ അവരിവിടെ ഉണ്ട്. ഓക്കെ, അവനെ നീ ശരിക്കൊന്നും കണ്ടുവച്ചോ, ചിലപ്പോൾ കൈകാര്യം ചെയ്യേണ്ടി വരും. അവൻ എനിക്കൊരു വലിയ ശല്യമായിക്കൊണ്ടിരിക്കുക. ശരി സ്വാമി. അനന്തരാമൻ ഫോൺ വെച്ചിട്ട് ഒരു നിമിഷം ഇരുന്നു. ഒരു അപകട മരണം കൂടി തൽക്കാലം വേണ്ട, അത് പുതിയല്ല. പക്ഷെ അനീറ്റയിൽ നിന്നും ഡെയ്സിയിൽ നിന്നും വിനോദ് അകലണം. അവൻ്റെ വീട്ടിൽ നിന്നും അവർ താമസം മാറ്റാൻ പെട്ടെന്നൊന്നും തയ്യാറാകുന്ന മട്ടില്ല. അനീറ്റ സമ്മതിച്ചാലും
അനിയത്തി എതിർക്കും. നോക്കിയിട്ട് ഒരു വഴിയുള്ളൂ, വിനോദിനെ അവരിൽ നിന്ന് അകറ്റണം. അനന്തരാമൻ ഫോണെടുത്തൊരു നമ്പർ ഡയൽ ചെയ്തു. ഉടൻ തന്നെ കിട്ടി. ഹലോ രാമദാസേ, നമ്മളെയൊക്കെ മറന്നോ? പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമ്മൾ വീണ്ടും കാണുന്നു. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും ഞാനും നിങ്ങളും നമ്മുടെ കഥകളും.